കഴിഞ്ഞ ദിവസം ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് അലാസ്കയിലാണ് പ്രസിഡന്റ് ട്രംപും പ്രസിഡന്റ് പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച. പക്ഷെ അതിനുശേഷം ലോകത്ത് എന്താണ് സംഭവിച്ചത്? ലോകത്ത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, അമേരിക്കയുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങാനില്ല എന്ന സൂചനയാണ് റഷ്യ നൽകുന്നത്. അങ്ങനെ ഒരു സൂചന റഷ്യ നൽകണമെന്നുണ്ടെങ്കിൽ മറ്റൊന്നുകൂടി സംഭവിച്ചിരിക്കണം. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം വഴങ്ങിക്കൊടുക്കാൻ തയ്യാറല്ല എന്ന ഒരു തീരുമാനം എടുത്തിരിക്കണം. അതായത് പുടിനും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉണ്ടാകുവാനും യുദ്ധം അവസാനിപ്പിക്കുവാനും ലോകത്ത് മുൻകൈ എടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഇന്ത്യയാണ്. കാരണം അമേരിക്കയുമായിട്ടും റഷ്യയുമായിട്ടുമുള്ള റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ട്രംപ് പറയുന്ന എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ടല്ല. റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല എന്ന് ട്രംപ് പറഞ്ഞു, പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ എണ്ണ ഇന്ത്യ കൂടുതലാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ട്രംപ് പറയുന്നതിന് മുമ്പ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കുറച്ചു കൊണ്ടുവന്നു. കാരണം മാർക്കറ്റിൽ റഷ്യ പതിയെ അവരുടെ എണ്ണ വില കൂട്ടാൻ തുടങ്ങിയപ്പോൾ കമ്പനികൾ എണ്ണ വാങ്ങുന്നതിന്റെ അളവ് പതിയെ കുറച്ചു കൊണ്ടുവരികയായിരുന്നു. എന്നാൽ ട്രംപ് ഭീഷണിപ്പെടുത്തിയതോടെ ഇന്ത്യയും ഇന്ത്യൻ കമ്പനികളും എന്ത് ചെയ്തു? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. മറ്റൊരു കാര്യം, ഇന്ത്യയുടെ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിലേക്കും ഡയറി ഇൻഡസ്ട്രിയിലേക്കും ഒക്കെ കടന്നു കയറാനുള്ള അമേരിക്കയുടെ താല്പര്യങ്ങളെ ഇന്ത്യ ഒട്ടും അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ കർഷകരുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ഇന്ത്യ ഒരു നടപടിയും സ്വീകരിക്കില്ല. ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ ഇന്ത്യ ട്രേഡ് ഡീൽ ഉണ്ടാക്കാൻ തയ്യാറാകൂ എന്ന് കൃത്യമായും ഇന്ത്യ അമേരിക്കയോട് പറഞ്ഞിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ലോകം ഒരു മൾട്ടി പോളാർ വേൾഡ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അത് അമേരിക്കയ്ക്ക് ഇപ്പോഴും സമ്മതിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ മീശ പിരിച്ചു നോക്കുന്നുണ്ട്, കണ്ണുരുട്ടി നോക്കുന്നുണ്ട്, മസിൽ പെരുപ്പിച്ച് നോക്കുന്നുണ്ട്, ഒന്ന് ചാടി നോക്കുന്നുണ്ട്, ഒച്ചയിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആരും പേടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ലോകം ഒരു മൾട്ടി പോളാർ വേൾഡ് ആണ് ഇന്ന് എന്ന് അമേരിക്ക അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുമ്പിൽ അവശേഷിക്കുന്ന ഒരേ ഒരു വഴി. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ, പ്രത്യേകിച്ച് മൾട്ടി പോളാർ വേൾഡിലെ പുതിയ രാജ്യങ്ങളെ, പുതിയ ശക്തികളെ തുല്യ ബഹുമാനത്തോടു കൂടി കാണാൻ അമേരിക്ക തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ആദ്യം അമേരിക്കയ്ക്ക് റഷ്യയെ വിലയില്ലായിരുന്നു, പിന്നീട് റഷ്യ കുറച്ചൊക്കെ വില വന്നു. അതിനുശേഷം ചൈനയെ വിലയില്ലായിരുന്നു, ഇപ്പൊ ചൈനയും കുറച്ചൊക്കെ വിലയുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇന്ത്യയെ വിലയില്ലായിരുന്നു, ഇന്ത്യയുടെയും വില മനസ്സിലാക്കി വരുന്നുണ്ട്. ലോകം മൾട്ടി പോളാർ വേൾഡിലേക്ക് മാറുന്നു എന്നതിന്റെ സൂചന നമ്മുടെ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്ത് ഈ അടുത്ത കാലത്തായിട്ട് അവരെടുത്തിട്ടുള്ള നിലപാടുകളിൽ നിന്ന് തന്നെ നമുക്കറിയാൻ കഴിയും. RIC രാജ്യങ്ങളുടെ ശക്തമായ വളർച്ചയിൽ ഒരുപക്ഷെ ഏറ്റവും അധികം ആശ്വാസം കാണുന്നത് ഗൾഫ് രാജ്യങ്ങളായിരിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റുമായിട്ട് ഒരുപാട് പ്രവാസികൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഇങ്ങനെ ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ അവരെയാണല്ലോ ആദ്യം ബാധിക്കുക. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള പ്രവാസികളുടെ കുടുംബത്തെ തന്നെ, അവരുടെ സാമ്പത്തിക ഭദ്രതയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരും അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ പ്രായമായ മാതാപിതാക്കൾ നാട്ടിലായിരിക്കാം. അവർക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള BP, ഡയബറ്റിസ് പോലെയുള്ള അസുഖങ്ങളും ഉണ്ടായിരിക്കാം. ഇത്തരം അസുഖങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് വിദേശത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വലിയ തുക പല പ്രവാസികളും ചിലവഴിക്കുന്നത് കാണാറുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ചികിത്സാ ചെലവ് നമ്മുടെ കടമയല്ലേ? പക്ഷേ ചെറിയ ചെറിയ ചിലവുകളെല്ലാം ശരിയാണ്. എന്നാൽ പെട്ടെന്ന് ഹൃദ്രോഗങ്ങളോ ക്യാൻസർ പോലുള്ള അസുഖങ്ങളോ വന്നാൽ 10 മുതൽ 30 ലക്ഷമൊക്കെ ചിലവ് വരുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ സമ്പാദിച്ചതിന്റെ വലിയൊരു ഭാഗം പോകും. ഇത് ഒഴിവാക്കാനാണ് ഞാൻ ഇപ്പോഴും പ്രവാസികളോട് ഇന്ത്യയിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറയുന്നത്. ഇന്റർനാഷണൽ പ്ലാനുകളെക്കാൾ ഇന്ത്യയിൽ നിന്ന് 35% വരെ ചിലവ് കുറവിൽ നമുക്ക് ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ പ്ലാനുകൾ നോക്കി ഇഷ്ടമുള്ള കമ്പനിയുടെ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 18% GST ഇളവും അതിന്റെ ഒപ്പം 25% വരെ ഓൺലൈൻ ഡിസ്കൗണ്ടും നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി കുറഞ്ഞ ചെലവിൽ എടുക്കണമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത ശേഷം പെട്ടെന്ന് എടുത്തു വെച്ചോളൂ. കാരണം സമയം പോകുന്തോറും പ്രീമിയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാസം 800 മുതൽ 1000 രൂപയിൽ തുടങ്ങുന്ന പ്ലാനുകളൊക്കെ ഇപ്പോഴുണ്ട്. വിദേശത്തിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രായമായ മാതാപിതാക്കളുടെ ഹെൽത്ത് ചെക്കപ്പ്, മരുന്നുകൾ എത്തിച്ചു നൽകുക, ലാബ് ടെസ്റ്റുകൾ നടത്തുക, ഇതൊക്കെ മാനേജ് ചെയ്യാനും ക്ലെയിമിന്റെ കാര്യങ്ങൾക്കുമൊക്കെ ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ അടങ്ങുന്ന ടീമിന്റെ സഹായവും ഉണ്ടാവും. ഇപ്പോൾ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും എടുത്തു വയ്ക്കൂ. നിങ്ങളുടെ സമ്പാദ്യം സുരക്ഷിതമായിരിക്കും. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതിയാകും. ഒരു കാലത്ത് ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കയെ ഭയമായിരുന്നു. കാരണം അമേരിക്കയെ എതിർത്ത് കഴിഞ്ഞാൽ അമേരിക്ക അവിടെ മറ്റേ വിപ്ലവം കൊണ്ടുവന്ന്
ജനങ്ങളെ തെരുവിലിറക്കി രാജഭരണകൂടങ്ങളെ അട്ടിമറിക്കുക എന്ന് പറയുന്ന CIA ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം, റെജീം ചേഞ്ച് എന്ന് പറയുന്ന തന്ത്രം പയറ്റി ഓരോ ഭരണകൂടങ്ങളെയും താഴെ ഇറക്കിയിരുന്നു. അത് മാത്രമല്ല, അമേരിക്ക വളരെ പവർഫുൾ ആണ്, അവരുടെ സൈനിക ശക്തി വളരെ വലുതാണ്. സോ അമേരിക്ക ഏതെങ്കിലും ഒരു രാജ്യം എതിർത്താൽ അവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന വേറൊരു രാജ്യവുമായിട്ട് സഖ്യമുണ്ടാക്കിയിട്ട് അമേരിക്ക യുദ്ധമുണ്ടാക്കും. ഈ തരത്തിൽ അമേരിക്ക എന്ന് പറയുന്ന ശക്തിയെ ഭയന്നാണ് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കാൻ തുടങ്ങുന്നത്. എണ്ണ കണ്ടെത്തിയ കാലം മുതൽ തന്നെ യൂറോപ്യൻസും അമേരിക്കൻസും ഈ ഗൾഫ് രാജ്യങ്ങളുടെ മേൽ അവരുടെ ആധിപത്യം നിലനിർത്തിയിരുന്നു. പിന്നീട് ഗൾഫ് രാജ്യങ്ങൾ ഒരുപാട് വളർന്നുവെങ്കിലും അതിനൊപ്പം അമേരിക്കയും വളർന്നു. അമേരിക്കയുടെ എല്ലാ സഹായവും ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും ഗൾഫ് രാജ്യങ്ങൾ അമേരിക്ക മുതലെടുത്തിട്ടുമുണ്ട്. ഇപ്പോഴും ഇറാനുമായിട്ടുള്ള ശത്രുതയെ അമേരിക്ക ഗൾഫ് രാജ്യങ്ങളുടെ മേൽ അവരുടെ ആധിപത്യം നിലനിർത്താൻ ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് എത്ര മിലിറ്ററി ബേസുകളാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ളത്? ഇതൊന്നും അവർക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. ഗൾഫിലെ രാജാക്കന്മാർക്ക് അമേരിക്ക അവിടെ നിന്ന് ഓടിക്കണമെന്നുണ്ട്, സ്വതന്ത്രമായ നിലപാടുകൾ എടുക്കണമെന്നുണ്ട്, സ്വന്തമായിട്ട് തങ്ങളുടെ രാജ്യത്തിന്റെ വിഷയങ്ങളിൽ തീരുമാനിക്കണമെന്നുണ്ട്. ട്രംപ് വന്ന് പറഞ്ഞ ഉടനെ തന്നെ അവർക്ക് ഒരു താല്പര്യവുമില്ല ട്രില്യൺ കണക്കിന് ഡോളർ കൊണ്ടുവന്ന് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. പക്ഷേ വേറെ ചോയ്സ് ഇല്ല. അമേരിക്ക എതിർത്താൽ നിലനിൽപ്പില്ല എന്നുള്ള ഒരു ഭയം എക്കാലവും അവർക്കുണ്ടായിരുന്നു. അതിനൊരു മാറ്റം ഉണ്ടാവുന്നത് ബ്രിക്സിന്റെ വരവോടെയാണ്. ബ്രിക്സ് വന്ന ഉടനെ ആ മാറ്റമൊന്നും ഉണ്ടായില്ല. ആദ്യം റഷ്യ പവർഫുൾ ആയിരുന്നുവെങ്കിലും റഷ്യയുടെ എക്കണോമി വളരെ വീക്കായിരുന്നു. അമേരിക്കയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറിയ എക്കണോമിയാണ് റഷ്യയ്ക്ക് ഉണ്ടായിരുന്നത്. ഇതിനെ റഷ്യ മറികടന്നത് ചൈനയെ ഉപയോഗിച്ചായിരുന്നു. ചൈന ഒരു വലിയ എക്കണോമിക് പവറാക്കി വളർത്തുന്നതിൽ റഷ്യയുടെ പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എല്ലാ അർത്ഥത്തിലുള്ള സഹായങ്ങളും പുടിൻ ഭരണകൂടം ചൈനയ്ക്ക് നൽകിയിട്ടുണ്ട്. ചൈന എന്നൊരു എക്കണോമിക് പവറായിട്ട് ഉയർന്നു വന്നപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു കോൺഫിഡൻസ് വന്നു. കാരണം ചൈനയെ പോലത്തെ ഒരു രാജ്യം അമേരിക്കയുടെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ എക്കണോമിക് പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ശക്തമായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി കുറച്ചും കൂടെയൊക്കെ ലോകം ഒരു മൾട്ടിപോളർ വേൾഡിലേക്ക് പോകും എന്നൊരു തോന്നല് ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടായി. ഒരു പുതിയ പ്രതീക്ഷ അവർക്ക് കിട്ടുകയാണ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മൂന്നാമത് അടുത്തൊരു ശക്തി കൂടി ഉയർന്നു വരുന്നത്. അമേരിക്കയെ കൂടാതെ റഷ്യയും ചൈനയും ഒരു രണ്ട് ശക്തികളായിട്ട് നിന്നെടുത്താണ് മൂന്നാമത്തെ ഒരു പ്ലെയർ വരുന്നത്. അത് ഇന്ത്യയാണ്. ഇന്ത്യ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഒരു മേജർ ഗ്ലോബൽ പ്ലെയർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തെ പ്രധാനപ്പെട്ട 4 ശക്തമായ സാമ്പത്തിക ശക്തികൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന GDP ഉള്ള 4 രാജ്യങ്ങൾ എടുത്താൽ ഇന്ത്യ 4ാം സ്ഥാനത്തുണ്ട്. പക്ഷേ ഈ 4 രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് GDP പെർ ക്യാപിറ്റ ഇന്ത്യക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഒരു മേജർ പവറായിട്ട് അംഗീകരിക്കാൻ ഇപ്പോഴും പല രാജ്യങ്ങൾക്കും ഒരു മടിയുണ്ട്. പക്ഷേ ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE പോലെ ഒരു രാജ്യം, സൗദി പോലെയുള്ള രാജ്യം, ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യത്തിന്റെ വളർന്നു വരവിനെ വളരെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഇന്ത്യയുടെ ചരിത്രമോ പാരമ്പര്യമോ അതൊന്നും കൊണ്ട് മാത്രമല്ല, ഇന്ത്യക്ക് പലതിനും കഴിയുമെന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇന്ത്യ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പല വിഷയങ്ങളിലും. ഇപ്പോ ഗൾഫ് രാജ്യങ്ങൾക്ക് പലപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ഫോളോ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഗാസയുടെ വിഷയത്തില് അവരുടെ നിലപാട് അമേരിക്കൻ നിലപാടിനെതിരാണ്. പലസ്തീനും ഗാസയ്ക്കുമൊക്കെ സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ കഴിയണമെന്നാണ് ഗൾഫ് രാജ്യങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ അത് തുറന്ന് പറയാൻ പോലും അവർക്ക് പേടിയാണ്. ഇനി പറഞ്ഞാൽ തന്നെ ഇസ്രായേലിനെ എന്തെങ്കിലുമൊക്കെ പറയും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു വലിയ ഒരു നിലപാടിലേക്ക് അവർ പോവില്ല. കാരണം അമേരിക്കയെ പിണക്കാൻ അവർക്ക് കഴിയില്ല. ഇസ്രായേലിന്റെ പുറകിലെ ശക്തി അമേരിക്കയാണെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ പ്രതികരണ ശേഷിയില്ല. ഇന്ത്യയെ എന്തുകൊണ്ടാണ് UAEയും സൗദിയും ഒക്കെ റെസ്പെക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യക്ക് സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഉണ്ട്. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്, വലിയ ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്. ഇന്നത്തെ ഒരു ടെക്നോളജി യുഗത്തിൽ ഇന്ത്യ നിർണായകമായ ഒരു ശക്തിയുമാണ്. ബഹിരാകാശ രംഗത്തുൾപ്പെടെ അമേരിക്കയും റഷ്യയും ചൈനയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അത് AI ടെക്നോളജിയിലായിക്കോട്ടെ, ആയുധ നിർമ്മാണത്തിലായിക്കോട്ടെ ഒരു പ്രധാന ശക്തിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് അറിയാം ഇന്ത്യയും ഒരു സ്ട്രോങ് പവറായിട്ട്, ഒരു ഗ്രേറ്റ് പവറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഒരു മൾട്ടിപോളാർ വേൾഡ് ആണ് ഇതിലൂടെ ഡെവലപ്പ് ആവുന്നത്. അമേരിക്കയെ മാത്രം ആശ്രയിച്ച് നിന്നിരുന്ന രാജ്യങ്ങൾക്ക് 1-2 ഓപ്ഷൻസ് കൂടി വരികയാണ് ഇതോടെ. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളുണ്ട്. അർമേനിയ, ഫിലിപ്പീൻസ്, കൂടുതൽ രാജ്യങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് ആയുധങ്ങൾ വാങ്ങി തുടങ്ങുകയാണ്. ഈ മൾട്ടിപോളാർ വേൾഡ് അല്ലെങ്കിൽ പുതിയ ലോകക്രമം അത് ഏഷ്യയെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒന്നാണ്. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം തന്നെ അമേരിക്ക എന്ന് പറയുന്ന വലിയ വൃക്ഷത്തിന്റെ തണലിൽ അങ്ങ് ചെറുതായി പോയി. അതിലാകെ കുറച്ചെങ്കിലും പേരെടുത്ത് പറയാവുന്ന ഒരു ശക്തി ഫ്രാൻസ് മാത്രമേ ഉള്ളൂ. ബ്രിട്ടൻ പോലും അമേരിക്കയുടെ ഒരു പുറകിൽ നിൽക്കുന്ന ഒരു കക്ഷി മാത്രമാണ്. ഒരു വലിയ ശക്തി എന്ന് നമുക്കിത് പറയാൻ പറ്റില്ല. US പറയുന്നിടത്ത് നിൽക്കും, അത്രേ ഉള്ളൂ. അതാണ് ഇന്നത്തെ ബ്രിട്ടൻ പോലും. എന്നാൽ ഏഷ്യയിൽ നിന്ന് ഉയർന്നു വരുന്ന, ഇപ്പോൾ റഷ്യ നമുക്ക് യൂറേഷ്യൻ രാജ്യമാണ്, റഷ്യയും പരിഗണിക്കാം. റഷ്യ ആയിക്കോട്ടെ,
ചൈന ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യ ആയിക്കോട്ടെ, ഈ രാജ്യങ്ങൾ അമേരിക്കയുടെ തിട്ടൂരത്തിന് നിന്നു കൊടുക്കുന്ന രാജ്യങ്ങളല്ല. അമേരിക്ക ഒന്ന് വിറപ്പിച്ച് നോക്കിയതാണ്, താരിഫ് കാണിച്ചും അല്ലെങ്കിൽ അവർ വലിയ ശക്തിയാണ്, നിങ്ങൾ വഴങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഒന്ന് വിറപ്പിച്ച് നോക്കിയതാണ് ട്രംപ്. പക്ഷെ അതിന് നിന്നു കൊടുക്കുന്നില്ല. അപ്പൊ അമേരിക്കയെ എതിർത്തുകൊണ്ട് എന്നാൽ അമേരിക്കയെ വെല്ലുവിളിക്കുകയും ചെയ്യാതെ ശക്തമായ നിലപാടെടുത്തിട്ടാണ് ഇന്ത്യ ലോകത്തിന്റെ മുന്നിൽ ആ ഒരു ശക്തി തെളിയിക്കുന്നത്. അത് തന്നെയാണ് ചൈനയും ചെയ്യുന്നത്. അമേരിക്കയെ വകവയ്ക്കുന്നില്ല. അത് തന്നെയാണ് റഷ്യയും ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇപ്പൊ ബ്രസീലും ചെയ്യുന്നത്. നോക്കൂ, ബ്രിക്സിലെ 5 രാജ്യങ്ങൾ എടുത്താൽ അതിൽ 4 രാജ്യങ്ങൾ സ്ട്രോങ് ആയിട്ട് US-നെതിരെ നിലപാടെടുക്കുന്നു. 5ാമത്തെ രാജ്യമായിട്ടുള്ള ഇപ്പൊ നമ്മുടെ ബ്രിക്സിൽ വരുന്ന S എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും അല്ലെങ്കിൽ ബ്രസീലും റഷ്യയും ചൈനയും ഒക്കെ എടുക്കുന്ന അത്രയും സ്ട്രോങ് അല്ലെങ്കിലും അവരും അമേരിക്കയുടെ പല നയങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇത് ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം അപ്പൊ ഇന്ത്യ സ്ട്രോങ് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബ്രസീൽ സ്ട്രോങ് ആയിട്ട് വരുന്നു, നമുക്കും ഇവരുടെ കൂടെ നിൽക്കാം, സ്ട്രോങ് ആയിട്ട് നിൽക്കാം, അമേരിക്കയെ മാത്രം ഇനി ഡിപ്പെൻഡ് ചെയ്യേണ്ട. എത്ര കാലം അമേരിക്ക പേടിച്ച് കഴിയും, നമുക്ക് സ്ട്രോങ് ആവണം, നമ്മുടെ കയ്യിൽ എണ്ണയുണ്ട്, നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ട്, പക്ഷെ നമ്മളെ അമേരിക്ക ഇടം വലം തിരിയാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് UAE-ക്കുണ്ട്. ബ്രിക്സിലേക്ക് UAE വരുന്നത് ആ സാഹചര്യത്തിലാണെന്ന് നമ്മൾ ഓർക്കണം. സൗദി അറേബ്യ താല്പര്യം കാണിച്ചത് ആ സാഹചര്യത്തിലാണെന്ന് നമ്മൾ ഓർക്കണം. അതായത് ലോകം ഒരു മൾട്ടി പോളാർ വേൾഡ് എന്ന് പറയുന്ന ഒരു പുതിയ ക്രമത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അമേരിക്ക ഇനി വകവെച്ചു കൊടുക്കില്ല. മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി മാത്രമേ എന്തിനും ഇനി അമേരിക്കയുമായിട്ടുള്ളൂ എന്ന് ബ്രിക് രാജ്യങ്ങൾ വ്യക്തമാക്കുകയാണ്. ഇത് മറ്റ് രാജ്യങ്ങൾക്ക്, വിശേഷിച്ച് ഗൾഫ് രാജ്യങ്ങൾക്ക് നൽകുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. പുതിയ ലോകക്രമം തുടങ്ങിക്കഴിഞ്ഞു. അതിപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതാണ് അമേരിക്ക നേരിടുന്ന ഒരു പ്രശ്നം. അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഞങ്ങൾ മാത്രമാണ് ലോകം, ഞങ്ങളാണ് ഭരിക്കുന്നത് എന്നുള്ളൊരു നിലപാടിൽ അവർ നിൽക്കുകയാണ്. നിങ്ങളല്ലാതെ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് ഇന്ത്യ വിളിച്ചു പറയുന്നു, ചൈന പറയുന്നു, റഷ്യ പറയുന്നു, ബ്രസീൽ പറയുന്നു. പക്ഷെ അത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ അമേരിക്കക്കെതിരെ കടുത്ത നിലപാടുകൾ എടുക്കാൻ ഇനി ഗൾഫ് രാജ്യങ്ങളും ധൈര്യം കാണിക്കും. സൗദിയും UAE-യും ഒക്കെ ധൈര്യം കാണിക്കും. ബ്രിക്സ് എത്രത്തോളം പവർഫുൾ ആവുന്നോ അത്രത്തോളം സ്വതന്ത്രരായിക്കൊണ്ടിരിക്കും ഗൾഫ് രാജ്യങ്ങൾ. ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല, അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന പല രാജ്യങ്ങളും, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന പല രാജ്യങ്ങളും. ബ്രിക്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെയോ ചൈനയുടെയോ റഷ്യയുടെയോ ബ്രസീലിന്റെയോ മാത്രമല്ല, ലോക രാജ്യങ്ങളുടെ ഏക പ്രതീക്ഷയാണ്. അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ലോകക്രമത്തിൽ നിന്ന് ഒരു മൾട്ടി പോളാർ വേൾഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പരസ്പര ബഹുമാനമുള്ള ഒരു സമൂഹത്തെ, ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഏവരുടെയും അവസാന പ്രതീക്ഷയാണ് ബ്രിക്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാസികളായവർക്ക് നാട്ടിൽ ചെലവ് കുറഞ്ഞ മികച്ച ചികിത്സയ്ക്കും അവരുടെ പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കുമൊക്കെയായി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിൽ എടുത്തു വെക്കുന്നത് എന്തായാലും നല്ലതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഹോസ്പിറ്റൽ ചെലവുകൾ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങൾ മറ്റു പ്രവാസികൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അസുഖങ്ങൾ വന്നാൽ ലക്ഷങ്ങളാണ് ചിലവാകുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് കുടുംബത്തിന് വേണ്ടിയാണ്, അല്ലാതെ ആ പണം ആശുപത്രിയിൽ ചെലവാക്കി കളയാനുള്ളതല്ലോ. അതുകൊണ്ട് ഈ കാര്യം നിർബന്ധമായും പരിഗണിക്കുക. ഏതാണ്ട് 25% വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതിയാകും.